ആ വെൽഫെയർ ഇപ്പൊ പാലക്കാട് മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു ഓഫീസ്, CPM-ന്റെ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ പോയി വോട്ട് ചോദിക്കണം. ആ മണ്ഡലത്തിൽ ഞാൻ സൗത്തിൽ മണ്ഡലത്തിൽ പോയി മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ പോയി വോട്ട് ചോദിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 18,000 വോട്ട് ജയിച്ചതിന് ശേഷമാണ് അവിടെ പോയാൽ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യങ്ങൾക്ക് ഈ രീതിയിൽ ആദ്യമേ മറുപടി പറയാൻ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഏത് മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരെയും ആ മണ്ഡലത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളെയും സന്ദർശിക്കാം. അതിൽ ആശയത്തിന്റെ നയത്തിന്റെ പ്രശ്നമൊന്നുമില്ല. വോട്ട് ചോദിക്കുക. SDPI വോട്ട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല ലീഗ്, അങ്ങനെ പറയാൻ പറ്റും. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അല്ല, ആ മണ്ഡലത്തിൽ SDPI-യുടെ അല്ല പറഞ്ഞത്, അത് നിങ്ങൾ പറയുന്നത് കേരള അടിസ്ഥാനത്തിലോ ദേശീയ അടിസ്ഥാനത്തിലോ ഒക്കെയാണ്. ഞാൻ വ്യക്തമായി പറഞ്ഞതാണല്ലോ, വ്യക്തമായി പറഞ്ഞു. ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോട് വോട്ട് ചെയ്യും. അവരെ പാർട്ടിയോ ജാതിയോ ഒന്നും ചെയ്യും. എതിർ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ കയറി പോലും വോട്ട് ചോദിക്കാറുണ്ട്. നേരത്തെ മുസ്ലിം ലീഗ് വളരെ പരസ്യമായിട്ട് ഇറക്കിയിരുന്നു SDPI-യുടെ, അന്ന് NDF ആയിരുന്നു, NDF-ന്റെ വോട്ട് സ്വീകരിക്കില്ല, വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. NDF രാഷ്ട്രീയ പാർട്ടി അല്ല. വേങ്ങരയിൽ മത്സരിച്ചപ്പോൾ തന്നെ പരസ്യമായിട്ട് പറഞ്ഞത് KM ഷാജി പറഞ്ഞു, മുനീർ പറഞ്ഞു, അവരൊക്കെ NDF-ന്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചാണ്. ഇപ്പൊ നമ്മുടെ ഈ അവസ്ഥയിൽ ഇപ്പൊ പറയുന്നത് ഈ SDPI-യും വെൽഫെയർ പാർട്ടിയെയും മുന്നിൽ നിർത്തി പരാജയം മറച്ചു വെക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. വേറെ ഒന്നുമില്ല. ദയനീയ പരാജയം ഉണ്ടായി 3 സ്ഥലത്തും. അത് മറച്ചു വെക്കാൻ ഇതുപോലുള്ള ചെപ്പടി വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നു. അതല്ലാതെ വേറെ ഒന്നുമില്ല. SDPI-യും വെൽഫെയർ പാർട്ടിയും സമസ്തയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനിയെങ്കിലും പഠിക്കണം. ഇത് രണ്ടും രാഷ്ട്രീയ പാർട്ടികളോ മറ്റു മതസംഘടനയാണ്. അത് ഇതുവരെ അറിഞ്ഞൂടാ. മതസംഘടനകളുടെ അഭിപ്രായം അവരല്ലേ പറയുക. എനിക്ക് മനസ്സിലായില്ല. മതസംഘടനകളുടെ ആഭ്യന്തര കാര്യത്തിലോ അവരുടെ പ്രവർത്തന രീതികളിലോ അവരുടെ അഭിപ്രായങ്ങളിലോ ഞങ്ങൾ എതിരെ ഇടപെടാറില്ല. മുസ്ലിം ലീഗിനെ ആരെങ്കിലും വ്യക്തികൾ വിമർശിച്ചാൽ ആ വ്യക്തികൾക്ക് മറുപടി പറയും. അത് സംഘടന ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും. സമസ്ത നടത്തുന്ന ഈ ആദർശ സമ്മേളനങ്ങളെല്ലാം ലീഗ് ഒരു വിഷയമാണ്. ലീഗ് നേതൃത്വത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും അവരുമായിട്ടുള്ള ആശയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ആദർശ സമ്മേളനങ്ങളിൽ പോലും ചർച്ചയാണ്. ഇന്നും ഒരു നടന്ന ഓഡിറ്റോറിയത്തിൽ സമസ്ത ആദർശ സമ്മേളനം നടത്തുന്ന ഒരു കൂട്ടർ ഇപ്പൊ കഴിഞ്ഞ തവണ എടവള്ളപ്പാലയിൽ ഒരു പരിപാടി നടന്നിരുന്നു. ഇത്തരത്തിൽ ലീഗ് നേതൃത്വത്തെ ചൊല്ലിയാണ് ആദർശ സമ്മേളനങ്ങൾ നടത്തുന്നത്. അതെങ്ങനെയാണ്? സമസ്തയുടെ ആദർശം ലീഗാണ്. സമസ്തക്ക് അതിൻ്റെതായ വ്യക്തമായ കൃത്യമായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉണ്ട്. അത് പറയാൻ വേണ്ടി അവർ യോഗം വിളിച്ചു കൂട്ടുണ്ടെങ്കിൽ ലീഗ് എന്താ ചെയ്യുന്നത്? ലീഗിന്റെ നേതാക്കന്മാരുണ്ടാവും. സംസ്ഥയിലുള്ള ലീഗാണെങ്കിൽ നേതാക്കന്മാരും അണികളൊക്കെ അതിലും പങ്കെടുക്കും. അതല്ലാതെ അത് രണ്ടും തമ്മിലൊരു ഏറ്റുമുട്ടലോ രണ്ടും തമ്മിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തർക്കങ്ങളോ ഒന്നുമില്ല. വളരെ സുന്ദരമായി പോവുകയാണ്. ലീഗിനകത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിക്കുന്നു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ ശേഷം പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രത്യേക സ്നേഹമുണ്ട് എന്നൊക്കെയാണ് പിണറായി വിജയന്റെ ആരോപണം. അതേ സമാനമായ ആരോപണമാണ് സമസ്തയ്ക്കുള്ളത്. ലീഗിനകത്ത് ഒരു സലഫി ആശയങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്നു. ഇത് രണ്ടും രണ്ടായിട്ട് കാണേണ്ടത്. ഒന്ന് രാഷ്ട്രീയ പക്ഷം. പിണറായി വിജയൻ നമ്മുടെ CPM-ന്റെ നേതാവാണ്. അദ്ദേഹത്തിന് മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി പറയണം. അപ്പോൾ മുസ്ലിം ലീഗിന്റെ കുറ്റമൊന്നും പറയാനില്ല. അതുകൊണ്ട് അവർ കുറ്റപ്പെടുത്തുന്ന ചില സംഘടനകളെ അഡ്രസ്സ് ഞങ്ങളുടെ മേലേക്ക് വെച്ചിട്ട് പറയണം. അതിൻ്റെ അർത്ഥം തന്നെ മുസ്ലിം ലീഗിനൊന്നും പറയാനില്ല. മുസ്ലിം ലീഗിന്റെ ചെയ്തികളോ നയങ്ങളോ നടപടികൾക്കോ വിമർശിക്കാനൊന്നുമില്ല. ആകെയുള്ളത് ജമാഅത്ത് ഇസ്ലാമിയെയും ബന്ധമുണ്ട് എന്ന് പറയലാണ്. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമുള്ള മാർക്സിസ്റ്റ് പാർട്ടി മോശമല്ലേ? SDPI ബന്ധം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടി മോശമല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലീഗിനോട് വളരെ സ്നേഹവും ഒക്കെയായിരുന്നു CPM. ലീഗ് നല്ല സംഘടനയാണ്, ലീഗ് ഞങ്ങളിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അത് മാറി. എന്തുകൊണ്ടായിരിക്കും ആ മാറ്റം? ലീഗ് 2ാം ക്ലാസ്സിൽ പാഠം പഠിച്ചില്ലേ നമ്മൾ? മുന്തിരിക്കാൻ കിട്ടാതായപ്പോ കുളിക്കുന്ന പറഞ്ഞേ അതാണ്. കിട്ടില്ല എന്ന് ഉറപ്പായി. ഞങ്ങൾക്കല്ല അവർക്കല്ലേ ഉറപ്പായത്. ഒരുപാട് സമസ്തി ഒരുപാട് ജമാഅത്തായിട്ട് പോയാൽ ഇത് എപ്പോഴും അവസാനിക്കുക? നമ്മൾ വല്ല പൊളിറ്റിക്സിലേക്ക് പോകണം. എങ്ങനെ നേതൃത്വത്തിന് ഒട്ടാകെയാണോ ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികൾക്കെതിരെയാണോ ഈ നിരന്തരം വിമർശനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ആര്?